ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി യദുകുലത്തിൻ്റെ നാശവും അതുപോലെ ഭഗവാന്റെ സ്വർഗാരോഹണവും നമ്മൾ പറഞ്ഞു. ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ദ്വാരകയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത്. നിങ്ങൾക്ക് ഈ കഥാഭാഗങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കഥകൾ കേട്ടു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി നമ്മളോട് പറഞ്ഞത് എന്താണ്? ഈ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അത് നാമജപമാണ്. ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ ഒരു മാർഗം തന്നെയാണ്. അങ്ങനെയുള്ള ഭക്തരെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭഗവാന്റെ ഭക്തരോടാണ്. അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു. അതിനുശേഷം ദാരുകൻ അശ്രുപൂർണ നയനനായി നെഞ്ചത്തടിച്ചു കരഞ്ഞുകൊണ്ട് ദ്വാരകയിലേക്ക് ഓടുകയാണ്. അപ്പോൾ അവിടെ ദേവകി വാസുദേവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയവരാരും ഇതേവരെ തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ആകെ ഒരു ഇരുട്ട് ബാധിച്ച ദിവസം പോലെ തോന്നിപ്പോകുന്നു. സൂര്യന് ഒട്ടും പ്രകാശമില്ല. ഹസ്തിനപുരിയിൽ നിന്നും അർജുനൻ വന്ന വിവരം കൃഷ്ണൻ അറിഞ്ഞില്ലയോ? അറിഞ്ഞെങ്കിൽ ഉടനെ തന്നെ ഓടി എത്തുമായിരുന്നു. ഈ വിധം ദേവകി വസുദേവരോട് പറയുകയാണ്. ആ സമയം ഒരു ചത്ത മനുഷ്യനെ പോലെ ദാരുകൻ അവരുടെ സമീപത്തേക്ക് വന്നു ചേർന്നു. വന്നപാടെ ദാരുകൻ പൊട്ടിക്കരഞ്ഞ് നിലത്തു വീഴുകയാണ് ചെയ്തത്. എന്താ ദാരുക, നീ ഇങ്ങനെ പൊട്ടിക്കരയാൻ എന്താണ് കാരണം? എന്താണ് വിശേഷം എന്ന് വസുദേവർ ഉത്കണ്ഠയോടുകൂടി ചോദിച്ചപ്പോൾ ദാരുകൻ എഴുന്നേറ്റ് കണ്ണുനീർ തുടച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ മുഴുവനും അറിയിച്ചു. യാദവന്മാർ മുഴുവനും മദ്യപാന മതോന്മത്തരായി പരസ്പരം പടവെട്ടി പ്രഭാസ കടൽത്തീരത്ത് മരിച്ചു കിടക്കുന്നു എന്നും ബലരാമൻ സമാധി അടഞ്ഞ് സാഗരത്തിൽ മുങ്ങിയെന്നും നന്ദാത്മജൻ യോഗവഹ്നിയിൽ ദഹിച്ച് സ്വർഗാരോഹണം ചെയ്തു എന്നും സമുദ്രം കയറി ദ്വാരക ഉടനെ വെള്ളത്തിൽ മുങ്ങുമെന്നും ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു എന്നും ഇങ്ങനെയുള്ള സർവ വിവരങ്ങളും അവരെ ദാരുകൻ അറിയിക്കുകയാണ്. തുടർന്ന് ഇന്ദീവര നയനന്റെ സന്ദേശവും ഇന്ദ്രപുത്രനെ ദാരുകൻ അറിയിക്കുന്നു. അതുകേട്ട് അർജുനൻ എന്തു ചെയ്യും ഇനി എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്പരന്ന് നിന്നുപോയി. ഭഗവാനെ, ഇതിനു വേണ്ടിയാണോ നീ എന്നെ ആളയച്ചു വരുത്തിയത്? നിന്നെ ഒരു നോക്കു കാണുന്നതിനു മുമ്പ് നീ മായയാൽ മറഞ്ഞു കളഞ്ഞല്ലോ. ഭഗവാനെ, എന്നെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് വൈകുണ്ഠത്തിലേക്ക് പോയത് അവിടുന്ന് ആരാണെന്നുള്ള പരമമായ രഹസ്യം എന്നെ ധരിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നുവോ? ഭാരതയുദ്ധത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയ ഗീതാ ഉപദേശവും
അവിടുന്ന് എനിക്ക് കാണിച്ചു തന്ന അവിടുത്തെ വിശ്വരൂപവും ഞാൻ എങ്ങനെ മറക്കും? ഈ വിധം പുലമ്പിക്കൊണ്ട് വിജയൻ ഒരു ബാലനെ പോലെ അവിടെ നിന്ന് വിലപിക്കുകയാണ്. ഇതെല്ലാം കേട്ട് വസുദേവർ ബോധം കെട്ട് നിലത്തു വീണുപോയി. സ്ത്രീജനങ്ങൾ മാറത്തടിച്ച് വിലപിക്കുവാൻ തുടങ്ങി. ദ്വാരകയിലെങ്ങും കരച്ചിൽ മാത്രം. ആണുങ്ങൾ മുഴുവനും അവിടെയില്ല. സ്ത്രീകളെയും കുട്ടികളെയും താൻ ഒരാളെ കൊണ്ട് എങ്ങനെ സമാധാനപ്പെടുത്തുവാൻ കഴിയും? അർജുനൻ വല്ലാതെ വിഷമിച്ചു. ദാരുകനും ആ രംഗത്തിൽ നിന്നും മാറിക്കളഞ്ഞു. അവൻ മാധവ മന്ദിരത്തിൽ പ്രവേശിക്കുവാൻ തിരക്കിട്ടു പോയതാണ്. മുറവിളിയും ദീർഘരോദനങ്ങളും വർദ്ധിച്ചുകൊണ്ട് തന്നെയിരുന്നു. വസുദേവർ തൻ്റെ മോഹാലസ്യത്തിൽ നിന്നും ഉണർന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ദീർഘനിദ്രയായി പരിണമിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ 7ാം പ്രജാപതിയായിരുന്ന വസുദേവരുടെ ദേഹം വെടിഞ്ഞ് സ്വർഗലോകം പോകി. പാർത്ഥന്റെ ചുമതലയിൽ മാതുലനായ അദ്ദേഹത്തിൻ്റെ സംസ്കാരാദി ചരമക്രിയകൾ നിർവിഘ്നം നിർവഹിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 14 പത്നിമാരിൽ അവശേഷിക്കുന്ന മദിര, ഭദ്ര, രോഹിണി, ദേവകി എന്നീ 4 സതീമണികളും ആത്മവല്ലഭന്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്തു. അനന്തരം അർജുനൻ അവിടെയുണ്ടായിരുന്ന എല്ലാ സ്ത്രീജനങ്ങളെയും കൂട്ടിക്കൊണ്ട് പ്രഭാസ തീർത്ഥക്കരയിൽ പോയി മരിച്ചു കിടക്കുന്ന ജഡങ്ങൾ കാണിച്ചു കൊടുത്തു. എണ്ണമില്ലാത്ത ശവശരീരങ്ങൾ, ആർക്കു കണ്ടാലും ഭയം തോന്നുന്ന ഭീകരമായ ദൃശ്യം. ഒരു ശ്രേഷ്ഠമായ വംശത്തിൻ്റെ ദുരന്തമായ അന്ത്യം. വൻകരയിൽ നിന്നും ആളുകളെ വരുത്തി അവരുടെ സഹായത്തോടെ ആ ജഡങ്ങൾ മുഴുവനും വിധിപ്രകാരം സംസ്കരിച്ചു. അതിനാവശ്യമായ ധനം ഐശ്വര്യപൂർണമായ ദ്വാരകയിൽ തന്നെ ഉണ്ടായിരുന്നു. അനവധി സ്ത്രീരത്നങ്ങൾ അവരവരുടെ ഭർത്താക്കന്മാരുടെ ചിതകളിൽ ചാടി ജീവൻ പരിത്യജിച്ചു. കൃഷ്ണന്റെ അഷ്ടപത്നിമാരിൽ സത്യഭാമ ഒഴിച്ച് 7 പേരും പ്രത്യേകം ചിതകളുണ്ടാക്കി അവയിൽ ചാടി ആത്മാഹൂതി ചെയ്ത് ഭർത്താവിൻ്റെ സാമീപ്യം പ്രാപിച്ചു. ബാക്കിയുണ്ടായിരുന്ന 16,000 സ്ത്രീകളും ശ്രീകൃഷ്ണരൂപം ധ്യാനിച്ചുകൊണ്ട് സരസ്വതി തീർത്ഥത്തിൽ ചാടി മുങ്ങിമരിച്ച് സായുജ്യപദം നേടി. ഭൂമിദേവിയുടെ അംശം കൊണ്ടുണ്ടായ സത്യഭാമ അഗ്നിയിൽ പതിക്കാതെ തപസ്സു ചെയ്ത് മണ്ണിനോട് ചേരുവാനായി വനത്തിലേക്ക് പുറപ്പെട്ടു. പ്രേത സംസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അർജുനൻ 7 ദിവസം ദ്വാരകയിൽ താമസിച്ചു. അപ്പോഴേക്കും ആ പുണ്യനഗരിയുടെ ഒരു വശം സമുദ്രം കയറി ആക്രമിക്കുന്നത് കണ്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അനിരുദ്ധന്റെ മകനായ വജ്രനെയും കൂട്ടിക്കൊണ്ട് വഞ്ചികളിലും ഓടങ്ങളിലും ചങ്ങാടങ്ങളിലുമായി വിജയൻ വൻകരയിൽ എത്തിച്ചു. ആ സമയം കൊണ്ട് ഭൂലോക വൈകുണ്ഠമായിരുന്ന ദ്വാരക മുഴുവനും സമുദ്രം കയറി പരക്കെ മുങ്ങിക്കഴിഞ്ഞിരുന്നു. കുറേ നേരത്തേക്ക് ഭഗവാന്റെ 7ാം നില മണിമാളികയായ ഹരിമന്ദിരം മാത്രം ജലോപരി പൊങ്ങിക്കാണാമായിരുന്നു. പെട്ടെന്ന് തന്നെ അതും അപ്രത്യക്ഷമായി. അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണത്തോടുകൂടി ഭഗവാന്റെ പുണ്യപുരിയായ ദ്വാരകയും എന്നേക്കുമായി ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി. സർവ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിരുന്നു ആ പുണ്യനഗരി. ആ പുണ്യനഗരി സമുദ്രത്തിൽ മുങ്ങുന്നത് കണ്ട്
അർജുനന്റെ നയനങ്ങളിൽ വെള്ളം നിറഞ്ഞു. ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾക്കാരും തുണയില്ല എന്ന് ധീരനായ പാർത്ഥൻ ഹൃദയവേദനയോടുകൂടി ചിന്തിച്ച് കണ്ണുനീർ പൊഴിച്ചു. ദ്വാരക വിട്ട് എല്ലാവരും വൻകരയിൽ ചെന്നപ്പോൾ യദുകുല പുരോഹിതനായ ഗർഗമുനി അവിടെ വന്ന് അവരെ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം 2 മാസക്കാലം അവർ അവിടെ താമസിച്ചുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി വ്രതമനുഷ്ഠിച്ച് ശ്രാദ്ധകർമാദികളും പിണ്ടദാനക്രിയകളും നടത്തി പിതൃശുദ്ധി വരുത്തി. ഗർഗൻ തന്നെയായിരുന്നു അതിൻ്റെ ആചാര്യൻ. അതിനുശേഷം അവർ മുനിയുടെ ആശീർവാദങ്ങളും വാങ്ങി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ഒരു വനത്തിൽ കൂടി അവർ പോകുമ്പോൾ ഏതാനും കാട്ടാളന്മാർ വന്ന് അവരെ വളഞ്ഞു. അർജുനന് അവരോടെതിർക്കുവാൻ യാതൊരു ശക്തിയും തോന്നിയില്ല. തോളിൽ നിന്നും ഗാണ്ഡീവമെടുത്തു കുലയ്ക്കുവാൻ പോലും അർജുനന് കഴിഞ്ഞില്ല. അതിനിടയിൽ ആ യാദവ നാരികളെ മുഴുവനും കാട്ടാളന്മാർ ബലമായി അപഹരിച്ചുകൊണ്ട് കടന്നുകളഞ്ഞു. ദൈവമേ, ഭഗവാൻ മറഞ്ഞതോടുകൂടി ഞാനിത്ര അശക്തനായി പോയല്ലോ. എൻ്റെ മുമ്പിൽ വെച്ചാണല്ലോ സാധുക്കളായ ആ സ്ത്രീകളെ കാട്ടാളന്മാർ അപഹരിച്ചു കൊണ്ടുപോയത്. എനിക്ക് ഗാണ്ഡീവമുണ്ട്, പാശുപതാസ്ത്രമുണ്ട്, അസ്ത്രമൊടുങ്ങാത്ത ആവനാഴിയുണ്ട്. എന്നിട്ടും നിസാരന്മാരായ ആ കാട്ടാളന്മാരുടെ മുമ്പിൽ ഞാൻ അശക്തനായി നിന്നുപോയല്ലോ. ഈ വിധം ചിന്തിച്ച് വിഷമിച്ചുകൊണ്ട് സവ്യസാചി നിൽക്കുമ്പോൾ വ്യാസമഹർഷി അവിടെ എഴുന്നള്ളി അർജുനനെ ആശ്വസിപ്പിക്കുന്നു. പാർത്ഥ, നീ സങ്കടപ്പെടേണ്ട. നിന്റെ കഴിവുകേടും ശക്തി കുറവുമൊന്നുമല്ല ഇതിനു കാരണം. മുനിശാപമാണ്. ഒരിക്കൽ ഈ സ്ത്രീകൾ അഗസ്ത്യമുനിയുടെ ആകൃതി കണ്ട് പരിഹസിച്ചു ചിരിച്ചു. നിങ്ങൾ കാട്ടാളന്മാരുടെ ഗൂഢഭാര്യമാരായി തീരട്ടെ എന്ന് മുനി അപ്പോൾ അവരെ ശപിച്ചു. അതുകൊണ്ടാണ് അവരെ കാട്ടാളന്മാർ കൊണ്ടുപോയത്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഭഗവാന്റെ അന്തർധാനത്തോടു കൂടി നിങ്ങളുടെ കാലവും അവസാനിച്ചിരിക്കുന്നു. ഇനി കഴിയുന്നതും വേഗം നിങ്ങൾ രാജ്യഭരണം വെടിഞ്ഞ് വനവാസം സ്വീകരിക്കണം. വ്യാസഭഗവാന്റെ ഉപദേശമനുസരിച്ച് അനിരുദ്ധന്റെ പുത്രനായ വജ്രകുമാരനെ യദുവംശത്തിൻ്റെ രാജാവായി വാഴിച്ചതിനു ശേഷം പാണ്ഡവർ രാജ്യഭാരം വെടിഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവിനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് വനവാസം സ്വീകരിച്ചു. അതിനുശേഷം അവർ സ്വർഗപ്രാപ്തരായി. ഇങ്ങനെ ഭാഗവതത്തിലെ കഥ ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ഇങ്ങനെ ചോദിച്ചു: മുനീശ്വര, ഭഗവാന്റെ സ്വർഗാരോഹണ ദിവസം മുതൽ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് അങ്ങ് അരുളി ചെയ്തല്ലോ. കലിയുഗത്തിൽ ഭൂലോകവാസികളുടെ അനുഭവം എന്തായിരിക്കും എന്നുകൂടി അങ്ങെന്നെ ധരിപ്പിച്ചാലും. ഇത് കേട്ടപ്പോൾ വ്യാസപുത്രനായ ശ്രീശുകൻ ഇങ്ങനെ പറഞ്ഞു: രാജപുങ്കവ, കലികാലം ഏതു വിധമായിരിക്കുമെന്ന് ഏതാണ്ട് അങ്ങേക്ക് ഊഹിക്കുവാൻ കഴിയും. എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം, അവിടുന്ന് കേട്ടാലും. കലികാലത്ത് ദൈവഭക്തി മനുഷ്യരിൽ വളരെയധികം കുറയും. ദേവപൂജകളും യാഗങ്ങളും ഇല്ലാതെയാകും. ഭൂലോകവും സ്വർഗലോകവും തമ്മിലുള്ള ബന്ധങ്ങൾ വിടും. ദേവകൾ ഭൂമിയിൽ വരാതെയാകും. മഹർഷികൾ മഹിയിൽ നിന്നും എന്നേക്കുമായി മറയും. രാജാക്കന്മാർ അധർമ്മികളായി
പ്രജകളെ പീഡിപ്പിച്ച് ധനം സമാർജിക്കും. രാജാക്കന്മാരെ പ്രജകൾ വധിച്ചും നിഷ്കാസനം ചെയ്തും കാലാന്തരത്തിൽ രാജഭരണം അവസാനിക്കും. ഭൃത്യന്മാർ യജമാനന്മാരായും യജമാനന്മാർ തെണ്ടികളായും തീരും. പുണ്യധർമാദികൾ വെടിഞ്ഞ് ധനത്തിനു വേണ്ടി മനുഷ്യർ എന്തു കഠിന പ്രവൃത്തിയും ചെയ്യും. കളവും വഞ്ചനയും വർദ്ധിക്കും. സത്യവും സദാചാരവും നാട്ടിൽ നിന്നും മറയും. തൽസ്ഥാനത്ത് അസത്യവും വഞ്ചനയും തഴച്ചു വളരും. ആത്മാർത്ഥത എന്നുള്ളത് ഒരിക്കലും ആരിലും കാണുകയില്ല. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും വഞ്ചിക്കും. പാതിവൃത്യമെന്ന പരിശുദ്ധി സ്ത്രീകളിൽ തീരെ ഇല്ലാതാകും. പുരുഷന്മാരെ തേടി സ്ത്രീകൾ സ്വൈര്യമായി സഞ്ചരിക്കും. ശുദ്ധമായ പ്രേമം ദമ്പതികളിൽ കാണുകയില്ല. രതിസുഖം മാത്രമായിരിക്കും ഭാര്യാഭർതൃബന്ധത്തിനുള്ള അടിസ്ഥാനം. സുരതം സുഖമെന്ന് കണ്ട് പത്നിയുടെ സോദരിമാരെയും മാതാവിനെയും സ്വന്തം സഹോദരിയെപ്പോലും മൃഗത്തെപ്പോലെ മനുഷ്യൻ ഭോഗിക്കുവാൻ തുടങ്ങും. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും മാതാപിതാക്കൾ പുത്രന്മാരെ സ്നേഹിക്കുന്നത്. മക്കൾക്കും മാതാപിതാക്കളോട് ഹൃദയംഗമായ സ്നേഹം ഉണ്ടാവുകയില്ല. ധനമുള്ളവൻ വലിയവനായി തീരും. ധനത്തിനു വേണ്ടി എന്തധർമ്മവും ചെയ്യുവാനും മനുഷ്യൻ മടിക്കുകയില്ല. സ്ത്രീവധം, ബാലവധം, ബ്രാഹ്മണവധം മുതലായവ നടക്കും. ധനത്തിനു വേണ്ടി മനുഷ്യർ സ്ത്രീകളെ വധിക്കും, കുഞ്ഞുങ്ങളെ കൊല്ലും. ദ്രവ്യം ആർക്കും ഉപയോഗപ്രദമാകാത്ത വിധം മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ദ്രവ്യനാശവും അവർ വരുത്തും. സമ്പാദ്യമായിരിക്കും അവരുടെ ഉദ്ദേശം. മനുഷ്യായുസ് വളരെ കുറയും. എങ്കിലും ആശയ്ക്ക് അതിരില്ലാതെയാകും. ബ്രാഹ്മണ്യവൃത്തിക്കും അന്ന് കോട്ടം തട്ടും. പൂണുനൂൽ മാത്രമായിരിക്കും ബ്രാഹ്മണർക്കുള്ള അടയാളം. ജപധാന്യാദികളും ശുദ്ധമായ ജീവിതവും അവർ വെടിയും. സന്യാസിമാർ കപടവേഷധാരികളായിത്തീരും. വിശപ്പിനു വേണ്ടി താടിയും ജടയും വളർത്തി കാഷായവും ധരിച്ച് അവർ തീർത്ഥാടനത്തിന് ഇറങ്ങുന്നു. മാദകമായ മദ്യത്തിൽ മനുഷ്യന് ആസക്തി പെരുകും. മധുവും മധുവാണിയും വശീകരണോപാധികളായി തീരും. ഗുരുശിഷ്യ ബന്ധത്തിന് ശിഥിലം സംഭവിക്കും. തരം കിട്ടിയാൽ ഗുരുപത്നിയെ ശിഷ്യനും ശിഷ്യപത്നിയെ ഗുരുവും കൈക്കലാക്കും. പ്രകൃതിയോട് പോലും മനുഷ്യർ മത്സരത്തിന് തയ്യാറാകും. തന്മൂലം പ്രകൃതി കോപങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാലാകാലങ്ങളിൽ മഴയില്ലാതെ കൃഷിനാശം സംഭവിക്കും. അങ്ങനെ ദാരിദ്ര്യം വർദ്ധിക്കും. മനുഷ്യന്റെ ആയുസ് പോലെ അവൻ്റെ ദേഹബലവും ദൈർഘ്യവും ക്രമേണ കുറഞ്ഞുകൊണ്ടേയിരിക്കും. വേദപുരാണങ്ങളെ കള്ളച്ചരക്കായി കണക്കാക്കി ദൈവത്തെ മനുഷ്യർ അപഹസിക്കുവാൻ തുടങ്ങും. അങ്ങനെ പാഷണ്ഡികളായ മനുഷ്യർ കലിയുഗത്തിൽ വർദ്ധിക്കും. പ്രകൃതി കോപം മൂലമുണ്ടാകുന്ന നാശങ്ങളും അകാല മരണങ്ങളും പലവിധ രോഗങ്ങളും ആ കാലത്ത് കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭൂമി പണ്ടത്തെ പോലെ വിളയുകയില്ല. വൃക്ഷങ്ങൾ വേണ്ടവണ്ണം കാഫലം തരുകയില്ല. ദാരിദ്ര്യം വർദ്ധിച്ച് എവിടെയും കലാപങ്ങൾ നടമാടും. വീടുകൾ അങ്ങാടി പോലെയാകും. കച്ചവടക്കാർ കൊള്ള ലാഭമെടുത്ത് കുബേരന്മാരായി ഒടുവിൽ അവർ സ്വയം
നശിക്കും. ഇങ്ങനെയൊക്കെ കലിയുഗത്തിൽ സംഭവിക്കുമെന്ന് ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇതൊക്കെയല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കലിയുഗത്തിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം നാമജപം. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക, നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഭാഗവതത്തിലെ ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി ഭാഗവതത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഭഗവാന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ അവതാരത്തെപ്പറ്റി ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. മാർക്കണ്ഡേയ ചരിതം വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ പ്രളയദർശനം, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കൂടി വർണ്ണിക്കുന്നുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങളിലായി നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വിശദമായി നോക്കാം. എന്നും എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. എന്നും നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.